ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഒരു വിഷു സദ്യയും വിഷു കൈനീട്ടവും ഒക്കെ ആയിട്ട് ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് നമ്മൾ ഷെയർ ചെയ്യാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിഷു ആയെന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. മോളിതാ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പട്ടുപാവാടയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കണി വെച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ജസ്റ്റ് വിളക്കൊന്ന് വെച്ചു. കാരണം കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പുതിയ സ്ഥലത്ത് റൂം ഷിഫ്റ്റായി വന്നപ്പോൾ പുതിയ ഏരിയ ആണ്, നമ്മളൊക്കെ ഒന്ന് ഇവിടെ സെറ്റായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ബിസിയായി. മോളിതാ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുൾ കാർട്ടൂണാണ് കേട്ടോ. കാരണം അവളെ ഫ്രണ്ട്സൊക്കെ എഴുന്നേൽക്കാനാവുന്നേ ഉള്ളൂ. അവളിന്ന് വിഷു ആയതുകൊണ്ടാണ് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ വിഷുവിൻ്റെ മെയിൻ ചടങ്ങ് ഇവമ്മക്ക് വിഷു കൈയിട്ടം പപ്പയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ 100 ദർഹമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്തായാലും മാമൻ്റെ കൈയിട്ടം കൊള്ളാം. മാമനാണ് ഫസ്റ്റ് അവൾക്ക് വിഷു കൈ നീട്ടം കൊടുത്തത്. കാരണം വിഷുവിൻ്റെ 2 ദിവസം മുന്നേ അവൻ ഇവിടെ ഉള്ളപ്പോൾ കൊടുത്തതാണ്. പക്ഷെ വിഷുവിൻ്റെ അന്ന് അവന് വരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഇവക്ക് 200 ദർഹംസ് വിഷു കൈ നീട്ടം കിട്ടിയിട്ടോ. അപ്പോൾ അവൾ ഹാപ്പിയായി. പിന്നെ ഇത് നമ്മൾ വിളക്കൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഈ റൂമിൽ വന്നിട്ട് കുറച്ച് ദിവസമാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും ഈ വീട്ടിൽ നമ്മൾ എന്താ വീട്ട് കൂടൽ എന്നൊക്കെ പറയാം, നാട്ടിൽ ഹൗസ് വാമിങ് പോലെയാണ് ശരിക്കും. നമ്മളെ നാട്ടിലെ പോലെ വീടല്ല, എന്നാലും നമ്മുടെ ഇവിടെയുള്ള റൂമിൽ പുതുതായിട്ടാണ്. അപ്പം കുറച്ച് ദിവസമായേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാലൊക്കെ ഒന്ന് കാച്ചി, ജസ്റ്റ് ഒരു ചടങ്ങ് പോലെ. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ സെറ്റായി വരുന്നതായിരുന്നുള്ളൂ. ഇന്നാണ് നമ്മൾ ഒക്കെ ഒന്ന് സെറ്റാക്കി. വിഷു ആയതുകൊണ്ട് തന്നെ നമ്മളെ വിഷുവും നമ്മുടെ ഈ വീട്ടിലുള്ള ആദ്യത്തെ വിഷുവൊക്കെ കൂടെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ സെറ്റായി. പിന്നെ അതാ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ പിന്നെ തൈരും തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ട്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ വിഷു ആയെന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇടിയാപ്പം, ചില നാട്ടിൽ ഇടിയാപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയില്ല അത്. അപ്പം ഇത് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറിയൊന്നും വെക്കാൻ ടൈമില്ല, സദ്യയൊക്കെ ഉണ്ടാക്കണം. ഫുൾ ബിസി തന്നെ ഗൈസ്, ഫുൾ ബിസി. പിന്നെ ഇവമോൾക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കാർട്ടൂൺ കാണാം, വേറെ ഒരു പണിയില്ലല്ലോ. അപ്പം ഇനി നമ്മളെ റൂം കാണിക്കാം. ഇതാണ് നമ്മളെ പുതിയ വീട്. എന്ന് വെച്ചാൽ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹോം ടൂർ ചെയ്യുന്നൊക്കെ. പക്ഷേ നമ്മൾ എവിടെയും പെർമനൻ്റ് അല്ലായിരുന്നു ഇത്രയും കാലം. ഓരോ ഏട്ടൻ്റെ വർക്ക് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ പല റൂമുകളിൽ എന്ന് വെച്ചാൽ 7 വർഷമായി UAE വന്നിട്ട് അതിൽ 10ാമത്തെ റൂമാണ് നമ്മളിപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് 10ാമത്തെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇനി പക്ഷേ അങ്ങനെ നടക്കില്ല. നമുക്ക് സ്കൂൾ സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്കൂളിൻ്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് അമ്മ ഇന്ന് വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇത് ബാത്റൂം, പിന്നെ ഒരു എന്താ പറയുക വാഷ്റൂം, അങ്ങനെയൊക്കെ ഒരു ചെറിയ രീതിക്ക്. നമ്മളെ നാട്ടിൽ അത്ര സൗകര്യമൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് ഒരു ഫാമിലിക്ക് ഏട്ടനും ഞാനും മോളല്ലേ പറ്റിയതാണ്. കിച്ചണ് കുറച്ച് ചെറുതാണ്, എന്നാലും ഇതുവരെ കിട്ടിയതിലൊക്കെ വെച്ച് ഭേദം തോന്നുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. കിച്ചണൊക്കെ ചെറുതായിരിക്കും. പിന്നെ ഇതിന് തന്നെ നല്ല റെൻ്റായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്കിവിടെ കുറച്ചുകൂടെ സൗകര്യത്തിൽ കിട്ടിയെന്ന് പറയാം. പിന്നെ നമുക്ക് നാട്ടിലെ പോലെ വിശാലമായിട്ടൊന്നും വേണ്ട. നമുക്കങ്ങനെ നാട്ടിലെ പോലെ അങ്ങനെ ഗസ്റ്റ് വരാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ടും ക്ലീൻ ചെയ്തിട്ടും വെക്കാൻ പറ്റും. പിന്നെ ബെഡ്റൂം ഇതാണ്. ഇതിൽ ഇന്നിപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിഷു ആയതുകൊണ്ട് റൂമൊക്കെ ഒന്ന് നല്ല എന്താ പറയുക, പിന്നെ പുതുതായിട്ട് വന്നതാണല്ലോ, അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവമോൾ കളിക്കാൻ തുടങ്ങി എവിടെയൊക്കെ ടോയ്സൊക്കെ വലിച്ചിട്ട് മൊത്തം കച്ചറയാക്കി കളി കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഇതാ നൂൽപുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇടിയാപ്പം അല്ലേ, ചില നാട്ടിൽ ഇടിയാപ്പം എന്നാണ് ഇതിന് പറയാം. അപ്പം ഇടിയാപ്പം തേങ്ങയും പഞ്ചസാരയും ഇട്ട് കഴിക്കുക. കറിയൊന്നും വെക്കാൻ ടൈമില്ല. ഇവിടെ ഏട്ടനാണെങ്കിൽ ഫുള്ള് ബിസിയാണ്. കണ്ടില്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. പച്ചക്കറികളൊക്കെ എന്നേക്കാളും മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യാനൊക്കെ. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് കിട്ടിയിട്ട് വേണം എനിക്ക് ഓരോന്നായി ഉണ്ടാക്കാൻ. നിറയെ ജോലികളുണ്ട്, ബിസിയാണ് ഫുള്ള്. അപ്പം ഇവമോളിതാ കഴിച്ചു കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അവൾ പെട്ടെന്ന് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ചോറൊന്നാണെങ്കിൽ നമ്മൾ കൊടുത്താലൊന്നും കഴിക്കില്ല, കറി പറ്റില്ല, ഭയങ്കര ഫോർമാലിറ്റീസാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അവൾക്ക് ഇഷ്ടപ്പെട്ട നൂഡിൽസ്, നൂൽപുട്ട് ഇങ്ങനത്തൊക്കെ വേഗം കഴിച്ചോളും. പിന്നെ ഇതാ കാണുമ്പം എത്ര ഈസി ആയിട്ടല്ലേ എല്ലാ ഫുഡും ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് കുറേ സമയത്ത് അധ്വാനമാണ് ഗൈസ്. എല്ലാ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി. ഇതൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അതിനൊന്നുള്ള ടൈമില്ല. ഇത്ര ഉണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര പണിയാണെന്ന് ആലോചിക്കുക. അപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. അച്ചാറുണ്ട്, അവിയലുണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്, പിന്നെന്താ ഉപ്പേരി, കൂട്ടുകറി, പുളിയിഞ്ചി, പൈനാപ്പിൾ പച്ചടി, ഉപ്പേരി,
അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. പിന്നെ ഇതാ ഇവമോളപ്പോഴേക്കും അവളെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ട്. എല്ലാവരും അവൾ തന്നെ ക്ഷണിച്ചതാണ് കേട്ടോ. അന്ന് വിഷുവാണ്, ആ പട്ടുപാവാടി ഉടുത്തിട്ട് വരണമെന്ന് വരെ അവരുടെ അടുത്ത് പറഞ്ഞ്. എന്നിട്ട് അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ച് അവരൊക്കെ വിളിച്ച് വന്നു. അപ്പം എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇലയിൽ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ടേബിളിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിലത്ത് ഷീറ്റ് വിരിച്ചിട്ടാണ് സദ്യയൊക്കെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവമോളെ ഫ്രണ്ട്സ് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. പുതിയ റൂമിലാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ അവൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടോ. അവൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ആയി. ഇപ്പം മുന്നേയുള്ള റൂമിലാണെങ്കിലും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും എല്ലാവരെയും കൂടെ നമുക്ക് വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഷു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പം നിങ്ങളെല്ലാവരും വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും വിഷു എങ്ങനെയൊക്കെ ആയിരുന്നു എന്തൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇനിയും നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ.